ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. ഭരണഘടനാ ലംഘനങ്ങളെ ചെറുത്തുതോൽപ്പിച്ച പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഭരണഘടനയ്ക്ക് രാജ്യത്തിന്റെ ജനിതക ഘടനയുണ്ടെന്നും സ്പീക്കർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി വിളക്കാഘോഷം നവംബർ 1 തുടങ്ങും. ഒരു മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവലഹരിയിലാകും. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഭീതി പരത്തി കൊമ്പൻ കബാലി. യാത്രക്കാർ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് വാഹനം നിർത്തണമെന്ന് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്യാനിടയായത് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലമാണെന്ന് പരാതി. ഗുരുവായൂർ നഗരസഭയുടെ മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കച്ചവടം നടത്തുന്ന കർണംകോട്ട് ബസാർ മേക്കണ്ടനകത്ത് മുത്തു എന്ന് വിളിക്കുന്ന മുസ്തഫയെയാണ് കഴിഞ്ഞ 10-ന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരൻ ഹക്കീമാണ് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. 1.5 വർഷം മുൻപാണ് നെന്മിനി തൈവളപ്പിൽ പ്രജിലേഷ്, ചൊവ്വലൂർപ്പടി സ്വദേശി വിവേക് എന്നിവരിൽ നിന്ന് 6 ലക്ഷം രൂപ വീതം പലിശക്കെടുത്തതായി പരാതിയിൽ പറയുന്നത്. 20% പലിശ നിരക്കിൽ 50 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാം എന്ന ധാരണയിലാണ് പണം വാങ്ങിയതെന്ന് വീട്ടുകാരും പറയുന്നു. പലിശ മുടങ്ങുമ്പോൾ ഇവർ വീട്ടിലും കടയിലും എത്തി കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സഹോദരൻ ഹക്കീം പറഞ്ഞു. സുഖമില്ലാതെ മുസ്തഫയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാറിൽ കയറ്റി മർദ്ദിച്ചു. വീട്ടിലെത്തി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ മർദ്ദിച്ചു. മുസ്തഫയുടെ പേരിൽ ഉണ്ടായിരുന്ന 3.5 സെന്റ് സ്ഥലം പലിശക്കാർ എഴുതി വാങ്ങി. 6 ലക്ഷം രൂപ വാങ്ങിയതിന് മുതലും പലിശയുമായി 40 ലക്ഷം രൂപയോളം നൽകിയെന്നും തുടർന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. കൊടും പലിശക്കാരുടെ ഭീഷണിയും കാരണമാണ് ഇതൊക്കെ മരണപ്പെട്ടത്. അതിനുള്ള 40 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രം പലിശ കൊടുത്തിട്ടുണ്ട്. ഈ മരണപ്പെടുന്നതിന് 2 ദിവസം മുന്നേ അടക്കം കാറിലടക്കം കയറ്റി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏട്ടന്റെ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ചിട്ട് അടക്കം മർദ്ദിക്കുകയുണ്ടായി. അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒറ്റ കാരണത്താലാണ് ഇതൊക്കെ മരണപ്പെട്ടുള്ളത്. മരണമൊഴിയിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുമുണ്ട്. മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും ഗുരുവായൂർ SP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. ഭരണഘടനയ്ക്ക് രാജ്യത്തിന്റെ ജനിതക ഘടനയുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഭരണഘടനാ ലംഘനങ്ങൾ കുറച്ചുകാലത്തേക്ക് മാത്രമാണ് ഉള്ളതെന്നും അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളത് എന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. അന്നമനട പഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച ഡോക്ടർ BR അംബേദ്കർ സ്മാരക ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംബേദ്കറുടെ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വർത്തമാന ഇന്ത്യയിൽ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. ഭരണഘടനയെ എത്രനാൾ സംരക്ഷിക്കാനാകുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ടെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുൻപിൽ ആശങ്കയില്ലാതാകുന്ന കാലം വിദൂരമല്ലെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK സതീശൻ, മഞ്ജു സതീശൻ, KA ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. 1300 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള ലൈബ്രറിയിൽ ഇപ്പോൾ 5000-ഓളം പുസ്തകങ്ങളാണ് ഉള്ളത്.
പ്രാദേശിക ഭരണ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാകണമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സേവകരാണെന്നും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണമെന്നും സ്പീക്കർ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ലാതെ പിന്തുണ നൽകണം. വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ വലിയ സഹകരണമുണ്ടായാൽ മാത്രമേ നാട്ടിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ സംസ്കരണമാണെന്നും മാലിന്യമുക്ത ക്യാമ്പയിനിൽ ജനങ്ങൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ അടിവരയിട്ട് പറയുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഓഫീസ്. ജനസേവകന്മാരാണ് നമ്മൾ ഓരോരുത്തരും. വികസനത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് യോജിപ്പിലൂടെ മുന്നോട്ട് പോയ നാട് മാത്രമേ വികസിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ യോജിച്ചു പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ളതാണ്. തെരുവ് നായ നല്ലോണം കടിക്കും, തിന്നും. മനുഷ്യനേക്കാൾ നല്ല ഇറച്ചി മീനും കിട്ടും നായിക്കാണ്. അത് കിട്ടാതിരിക്കും, മനുഷ്യനെ കടിക്കാൻ വരും. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനം മാലിന്യം പൊതുവഴി തള്ളുന്നവർക്കെതിരെ കർക്കശമായ നിലപാടാണ്. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UK മണി, TK ദേവസി, K ശാരദാമ്മ, AK കണ്ണൻ, സിജി ജോൺ, മീന സലമോൻ എന്നിവരെയും മുൻ പഞ്ചായത്ത് മെമ്പർമാരെയും ചടങ്ങിൽ ആദരിച്ചു. ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ MP K രാധാകൃഷ്ണൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഭീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. TCV എരുമപ്പെട്ടി. ആയുർവേദ മേഖലയിൽ കേരളം വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. പുന്നയൂർ ആയുർവേദ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ആയുർവേദത്തിന് സാധിക്കുന്നുണ്ട്. പല ചികിത്സാ സംവിധാനങ്ങളും പരാജയപ്പെടുന്നിടത്ത് ആയുർവേദം വഴി അസുഖം ഭേദമാകുന്നത് കാണാനാകുമെന്നും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി വിദേശികളാണ് ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ വരുന്നത് എന്നും സ്പീക്കർ പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA വിശ്വനാഥൻ, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AS ഷിഹാബ്, ആയുർവേദ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ബീനാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ ടെക്നിക്കലി ഞങ്ങളുടെ ജില്ലയല്ല, കോഴിക്കോട് ജില്ലയാണ്. പക്ഷേ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് വരുന്ന ആയുർവേദ സെന്ററുണ്ട്. ഫോറിനേഴ്സ് ഇഷ്ടംപോലെ വരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായ വിളക്കാഘോഷം നവംബർ 1 തുടങ്ങും. ഒരു മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവലഹരിയിലാകും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ വഴിപാടായി 30 ദിവസം ചുറ്റുവിളക്കുണ്ടാകും. പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വക ചുറ്റുവിളക്കോടെയാണ് വിളക്കാഘോഷങ്ങളുടെ തുടക്കം. ദശാബ്ദങ്ങളായി വിളക്കാഘോഷം തുടങ്ങുന്നത് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വിളക്കാഘോഷത്തോടെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുൻസിഫ് കോടതി, ഗുരുവായൂർ പോലീസ്, ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ, പോസ്റ്റൽ വിളക്ക് എന്നിവ ആഘോഷിക്കും. അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വക വിളക്കാഘോഷമാണ്. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് നറുനെയ് ഉപയോഗിച്ച് വിളക്കുകൾ തെളിയിക്കുന്ന വിളക്കാഘോഷങ്ങളാണ് ഏറെയും. വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാദസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവം നവംബർ 16 തുടങ്ങും. 17 രാവിലെ മുതലാണ് സംഗീതാർച്ചനകൾ ആരംഭിക്കുക. തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ ഗുരുവായൂരപ്പന് മുൻപിൽ സംഗീതാർച്ചന നടത്താനെത്തും. ഡിസംബർ 1 ഏകാദശി. ഏകാദശി ദിവസം ഗുരുവായൂർ ദേവസ്വത്തിന്റെ വക ചുറ്റുവിളക്കാഘോഷമാണ്. TCV ഗുരുവായൂർ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
എടാ അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് തൂങ്ങിമരിച്ചു. മാനസിക സമ്മർദ്ദത്താലാണ് മരണമെന്ന് ആരോപിച്ച് വീട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തു വന്നു. ചെമ്പൻകുന്ന് വടക്കേക്കര വീട്ടിൽ ജോർജിന്റെ മകൻ 41 വയസ്സുള്ള ലിൻഡോ ജോർജാണ് ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. 2 ആഴ്ച മുൻപ് കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിലെ പ്രതിയെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ് ലിൻഡോയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 13-നായിരുന്നു സംഭവം. കുറ്റിച്ചിറയിൽ വടിവാളുകൊണ്ട് മറ്റൊരു യുവാവിനെ വെട്ടിയ കേസിലെ പ്രതി ലിൻഡോയുടെ സുഹൃത്ത് ഡെയ്സൺ എന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഡെയ്സൺ ഒളിവിൽ പോയതിനെ തുടർന്നാണ് സുഹൃത്തായ ലിൻഡോയെ കസ്റ്റഡിയിലെടുത്തത്. ഡെയ്സനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ലിൻഡോയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസിനെതിരെ രംഗത്തു വന്നു. അതിരപ്പള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന യാത്രികർ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് വാഹനം നിർത്തണമെന്ന് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ IS സുരേഷ് ബാബു അറിയിച്ചു. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഹോൺ മുഴക്കുകയോ മറ്റ് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുക പാടില്ലെന്നും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം അമ്പലപ്പാറ റോഡിൽ ഇറങ്ങിയ കാട്ടാനയുടെ അടുത്തേക്ക് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ആനയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും DFO പറഞ്ഞു. കൊമ്പൻ കബാലിയുടെ മദപ്പാടിൽ മലക്കപ്പാറയിലെ വിനോദസഞ്ചാര പെരുമയുടെ മേൽ ഭീതിയുടെ കരിനിഴൽ പരക്കുകയാണ്. കാട്ടാന മണിക്കൂറുകളോളം നടുറോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നതോടെ അക്ഷരാർത്ഥത്തിൽ കിഴക്കൻ മേഖല സ്തംഭിക്കുകയാണ്. ഒപ്പം ആദിവാസി സമൂഹമടക്കമുള്ള പാവപ്പെട്ടവരുടെ ദൈനംദിന ജീവിതവും. കേരളത്തിന് അകത്തും പുറത്തും നിന്നുമായി മലക്കപ്പാറയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതിരപ്പിള്ളിയും വാഴച്ചാലും കണ്ട ശേഷം മലക്കപ്പാറ വാൽപ്പാറ വഴി പോകുന്ന നിരവധി സംഘങ്ങളും ഇപ്പോൾ സജീവമാണ്. ടൂറിസം വകുപ്പിന് ഇതുമൂലമുണ്ടാകുന്ന നേട്ടം ചില്ലറയല്ല. പരിയാരം മുതൽ അതിരപ്പിള്ളി വരെയുള്ള റിസോർട്ടുകാർക്കും വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് അനുഗ്രഹമാണ്. പ്രാദേശിക കച്ചവടക്കാരുടെ ജീവിതോപാധി കൂടിയാണ് അതിരപ്പിള്ളി മലക്കപ്പാറ പ്രകൃതി സൗന്ദര്യം. പക്ഷേ ഇതെല്ലാം കാട്ടാനകൾ തകർക്കുന്ന കാഴ്ചയാണ് ഏതാനും വർഷമായി കാനനപാതകളിൽ കാണുന്നത്. നാട്ടുകാരുടെ കൃഷിയിടത്തിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന ആനകൾ റോഡരികിൽ നിലയുറപ്പിക്കുമ്പോൾ യൂട്യൂബർമാർ ചുറ്റും കൂടുന്നതും അതിരപ്പിള്ളിയിലെ പൊതുജീവിതത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഇതിനിടെ ആനകൾ അക്രമാസക്തരാകുന്നു. ഇപ്പോൾ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന മേഖലയിൽ കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എപ്പോൾ വേണമെങ്കിലും ഗണപതി തിരിച്ചെത്തും. ഇപ്പോൾ കബാലിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വന്യജീവി സംരക്ഷണം മാത്രം നോക്കുമ്പോൾ അതിരപ്പിള്ളി പഞ്ചായത്തിലെ മൊത്തം ജീവിതം കാടിന് സമാനമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി 5-ാം ദിവസവും ഗതാഗതം തടയുന്ന കബാലിയുടെ പരാക്രമണം മൂലം ഗതാഗത നിയന്ത്രണം കൊണ്ടുവരാൻ വനം വകുപ്പ് ആലോചിക്കുകയാണ്. ഈ നീക്കങ്ങളെല്ലാം ബാധിക്കുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ആനഭീഷണിയുടെ കുപ്രസിദ്ധിയിൽ ആളുകൾ മുഖം തിരിച്ചാൽ അത് വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാകും. KSRTC നടത്തിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് ടൂറിസവും തടസ്സപ്പെടും. കബാലി അടക്കമുള്ള അതിരപ്പിള്ളിയിലെ ആനഭീഷണി തടയണമെന്നാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, ചാലക്കുടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്.
പമ്പയിലെത്തി കെട്ടുനിറച്ചാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത്. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത്. നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത ഹെലിപാഡിൽ താഴ്ന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയുമെത്തി ഹെലികോപ്റ്റർ തള്ളിമാറ്റി. ചൊവ്വാഴ്ചയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. രാഷ്ട്രപതി എത്തുന്ന ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. കുന്നംകുളം പുതുശ്ശേരി പഞ്ചായത്ത് കുളത്തിൽ വീണ യുവാവ് മുങ്ങിമരിച്ചു. ചൂണ്ടൽ സ്വദേശി കുമ്പളപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള കുട്ടനാണ് മരിച്ചത്. കുളത്തിൽ വസ്ത്രം കഴുകാൻ എത്തിയ യുവാവ് കുളത്തിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവം കണ്ട് ബൈക്കിൽ പോവുകയായിരുന്ന 2 യുവാക്കൾ കുളത്തിലിറങ്ങിയ യുവാവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള വലിയ പറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ മോഷണം. ഷട്ടർ താഴിട്ട് പൂട്ടുന്ന കുറ്റി തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 1.5 പവന്റെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ആലത്തൂർ സ്വദേശി പഷ്ണത്ത് രവീന്ദ്രന്റെ നവരത്നം ജ്വല്ലറി വർക്ക്സിലാണ് മോഷണം നടന്നത്. മാള SI PM റഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. സമീപത്തെ കടയുടെ സമീപത്ത് നിന്ന് ഫ്ലക്സ് ബോർഡ് എടുത്തുകൊണ്ടുവന്ന് മറവെച്ചാണ് ഷട്ടർ തകർത്തിട്ടുള്ളത്. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറ നീക്കം ചെയ്താണ് മോഷണം നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 2ഓടെയാണ് സംഭവം. മോഷ്ടാവ് വരുന്നതും ബോർഡ് മറവെക്കുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിൽ ആദ്യ ദൃശ്യങ്ങൾ പതിഞ്ഞപ്പോൾ ലഭിച്ച ശബ്ദം കേട്ടാണ് രവീന്ദ്രനും മകനും എത്തിയത്. സമീപത്തെ മറ്റൊരു കടയുടെ മുൻപിലുണ്ടായിരുന്ന ടെലിഫോൺ സ്റ്റാൻഡ് ഇളക്കിക്കൊണ്ടുപോയതായും കണ്ടെത്തിയിട്ടുണ്ട്. മുല്ലനേഴി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മുല്ലനേഴി സ്മൃതി സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി MT ഹാളിൽ നടന്ന ചടങ്ങിൽ മുല്ലനേഴിയുടെ സഹധർമ്മിണി സാവിത്രി ഭദ്രദീപം തെളിയിച്ചു. കവി പ്രൊഫസർ V. മധുസൂദനൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവിശുദ്ധി അവസാനം വരെ ഉള്ളിലുണ്ടായിരുന്ന കവിയും സാമൂഹികമായ നിലപാടുകളും സമീപനങ്ങളും തുറന്നു പറയാനും പ്രകടിപ്പിക്കാനും മടിയില്ലാത്ത വ്യക്തിയുമായിരുന്നു മുല്ലനേഴിയെന്ന് മധുസൂദനൻ നായർ അഭിപ്രായപ്പെട്ടു. എങ്കിൽ അതാണ് ഈ ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയ ഒരു ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുല്ലനേഴി പുരസ്കാരം ഏറ്റുവാങ്ങി. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും മുല്ലനേഴി ഫൗണ്ടേഷൻ പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കവികളായ KV രാമകൃഷ്ണൻ, രാപ്പാൾ സുകുമാരമേനോൻ, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, മുല്ലനേഴി ഫൗണ്ടേഷൻ സെക്രട്ടറി C. രാവുണ്ണി, ജയൻ കോമ്രാഡ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വിദ്യാലയ കാവ്യ പ്രതിഭാ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. എഴുത്തിനെ, ബോധത്തെ പോഷിപ്പിക്കുകയും ചെയ്യാൻ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി. കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ് ഫൗണ്ടന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. AC മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് വാഴാനി ഡാമിൽ സംഗീത ജലധാര അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലെ സാങ്കേതികത്വം ഈ പദ്ധതിക്കും വിഘാതമായി. തുടർന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ടൂറിസം വകുപ്പ്, ജലസേചന വകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കുകയും പ്രതിസന്ധി പരിഹരിക്കുകയുമായിരുന്നു. പൂൾ, കൺട്രോൾ റൂം നിർമ്മാണം, പ്ലംബിംഗ്, സിവിൽ പ്രവർത്തികൾ, ഇലക്ട്രിഫിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, മൾട്ടിമീഡിയ ഷോ, ലേസർ ആൻഡ് വീഡിയോ പ്രൊജക്ഷൻ ഓൺ അക്വാ സ്ക്രീൻ എന്നിവ ഉൾപ്പെട്ട പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഡാം പൂന്തോട്ടത്തിനുള്ളിലാണ് മ്യൂസിക് ഫൗണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ സ്വകാര്യ കരാർ കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായതായി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അറിയിച്ചു. വ്യത്യസ്തങ്ങളായ നോസിലുകളിൽ നിന്ന് ശക്തിയായി പ്രവഹിക്കുന്ന വെള്ളം കൊണ്ടുണ്ടാക്കുന്ന സ്ക്രീൻ, ആ സ്ക്രീനിലാണ് മൾട്ടിമീഡിയ ഷോയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും നടക്കുന്നത്.
തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ഇ. ഉമാലക്ഷ്മി, പി.ആർ. രാധാകൃഷ്ണൻ, വി.സി. സജീന്ദ്രൻ, ഷൈനി ജേക്കബ്, വി.ജി. സുരേഷ്, DTPC സെക്രട്ടറി ഇൻചാർജ് വി.ജി. ഗോപിക തുടങ്ങിയവർ മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ പ്രവർത്തനം വിലയിരുത്താൻ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. TCV വടക്കാഞ്ചേരി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കവികളുടെ കൂട്ടായ്മയായ കാവ്യശിഖയുടെ നേതൃത്വത്തിൽ നാറാണത്തു ഭ്രാന്തൻ കവിതയുടെ 40 ആണ്ട് പ്രൊഫസർ വി. മധുസൂദനൻ നായരുമൊത്ത് ഒരു പകൽ നീളുന്ന കാവ്യ സംവാദം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന കാവ്യ സംവാദം പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, കവി ഡോക്ടർ C. രാവുണ്ണി, NS സുമേഷ് കുമാർ, ശ്രീജ വിധു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാറാണത്തു ഭ്രാന്തൻ കവിത എഴുതിയ പ്രൊഫസർ വി. മധുസൂദനൻ നായരുമായി കാവ്യ സംവാദവും നടന്നു. ചടങ്ങിൽ കവികളും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പങ്കെടുത്തു. കനത്ത മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പീച്ചി ഡാം വ്യാഴാഴ്ച രാവിലെ 9 മുതൽ തുറക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പീച്ചി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളം തുറന്നുവിടുന്നതെന്ന് പീച്ചി ഹെഡ് വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. KCB ചെറുകിട വൈദ്യുതി ഉൽപാദന നിലയം വഴിയും റിവേഴ്സ് ലൂയിസ് വഴിയുമാണ് വെള്ളം തുറന്നുവിടുന്നത്. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അരിമ്പൂരിൽ ഹൈടെക് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി എത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് സർപ്രൈസ് ഒരുക്കി നാട്ടുകാരുടെ സ്നേഹം. അങ്കണവാടിക്ക് കളക്ടേഴ്സ് ഡ്രീം എന്ന പേര് നൽകിയായിരുന്നു കളക്ടർക്ക് ആദരവ് നൽകിയത്. അരിമ്പൂർ അഞ്ചാങ്കല്ല് 16-ാം വാർഡിൽ 32 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹൈടെക് അങ്കണവാടിയുടെ ഉദ്ഘാടന വേദിയിൽ അങ്കണവാടിക്ക് നാട്ടുകാരിട്ട പേര് ശ്രദ്ധയിൽപ്പെട്ട കളക്ടർ ആദ്യമൊന്ന് അമ്പരന്നു. പിന്നെ നാട്ടുകാരുടെ സ്നേഹത്തിനു മുൻപിൽ മനസ്സ് നിറഞ്ഞു. TN പ്രതാപൻ MP ആയിരുന്നപ്പോൾ 32 ലക്ഷം രൂപ പുതിയ അങ്കണവാടി കെട്ടിടം പണിയാൻ അനുവദിച്ചിരുന്നു. തുടർന്ന് അങ്കണവാടിയുടെ പണികൾ 3/4 ഭാഗം പൂർത്തിയായപ്പോൾ പ്രദേശവാസി അങ്കണവാടി ഇരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കമുന്നയിക്കുകയും വിഷയം കോടതി നടപടികളിലെത്തുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് അങ്കണവാടിയുടെ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. 2 മാസം മുൻപ് മനക്കൊടിയിൽ മറ്റൊരു അങ്കണവാടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കളക്ടറോട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ വിഷയം ധരിപ്പിച്ചു. 25 വർഷമായി സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ മാറി മാറി പല സ്ഥലത്തായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത്. കളക്ടർ ഉടനെ തന്നെ സ്ഥലത്തെത്തി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി വിവിധ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങി. 2 ആഴ്ച കൊണ്ട് അങ്കണവാടിയുടെ നിർമ്മാണം തുടരാനുള്ള സൗകര്യങ്ങൾ കളക്ടർ ചെയ്തു കൊടുത്തു. പല കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു സ്നേഹ സമ്മാനം ലഭിക്കുന്നത് ആദ്യമാണെന്ന് കളക്ടർ പറഞ്ഞു. നല്ല ഒരു AC ആയിട്ടുള്ള മോഡേൺ അംഗൻവാടിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. വന്നപ്പോഴാണ് വളരെ സർപ്രൈസ് ആയി പോയത്. കളക്ടേഴ്സ് ഡ്രീം അംഗൻവാടി എന്നാണ് എല്ലാവരും ചേർന്നിട്ട് അതിന് പേരിട്ടേക്കുന്നത്. വളരെ സന്തോഷം. അതിന് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നി. നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഇടപെടാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരായിട്ട് ഇങ്ങനെ ഇടുന്നത്. പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അങ്കണവാടി കളക്ടറുടെ ഇടപെടലിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്ക് വരും തലമുറകൾക്ക് ആ നല്ല പാഠം പകർന്നു നൽകുകയാണ് ഇങ്ങനെ പേര് നൽകിയതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും
മുൻ MP TN പ്രതാപൻ താക്കോൽ ദാനവും നിർവഹിച്ചു. TCV തൃശൂർ. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 4600ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂൾ, സെയിന്റ് ജോർജ് LP സ്കൂൾ, സെയിന്റ് ജോർജ് UP സ്കൂൾ, ബത്ലഹേം ഹൈസ്കൂൾ, ബത്ലഹേം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ 16 വേദികളിലായാണ് 90 ഇനങ്ങളിൽ വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കുന്നത്. ബത്ലഹേം ഹൈസ്കൂളാണ് പ്രധാന മത്സരവേദി. ആദ്യ ദിനമായ ബുധനാഴ്ച വിവിധ രചനാ മത്സരങ്ങൾ, ഗ്രൂപ്പ് ഡാൻസ്, കുച്ചിപ്പുടി, കഥകളി, ഓട്ടൻതുള്ളൽ, മോണോ ആക്ട്, മിമിക്രി, മാപ്പിളപ്പാട്ട്, നങ്ങ്യാർകൂത്ത്, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങൾ അരങ്ങേറി. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വ്യാഴാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിക്കും. സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സൗജന്യ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് തൃശൂർ കളക്ടറേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് PP സെയ്ദലവി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ സരിത രവീന്ദ്രൻ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T. മുരളി, തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. സൗജന്യ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ അഡ്വക്കേറ്റിന്റെയും പാരാലീഗൽ വളണ്ടിയറുടെയും സേവനം ലഭ്യമാകും. നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. തിരുവില്ലാമല പട്ടിപ്പറമ്പ് അരക്കമല കോളനി മണികണ്ഠന്റെ ഭാര്യ ലതികയാണ് തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നത്. ഇടുപ്പുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് രോഗം ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ചികിത്സയ്ക്കായി തിരുവനന്തപുരം RCCയിലെത്തിച്ചു. ഇവരുടെ ഭർത്താവ് മണികണ്ഠൻ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മണികണ്ഠനും ഭാര്യ ലതികയും 7 വയസ്സുകാരിയായ മകളും അടങ്ങുന്ന കുടുംബം ഉപജീവനം കഴിച്ചിരുന്നത്. RCCയിൽ ചികിത്സയിൽ കഴിയുന്ന ലതികയ്ക്ക് ഇപ്പോൾ പരസഹായമില്ലാതെ നടക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയില്ല. മരുന്നിനും തുടർ ചികിത്സയ്ക്കും വീട്ടുചെലവുകൾക്കുമുള്ള പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നിർധന കുടുംബം. ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. തങ്ങളുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കി സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം. TCV ന്യൂസ്, തിരുവില്ലാമല. സുനിതയെ അനാഥ മന്ദിരത്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്നത് സതീഷാണ്. എന്നാൽ സതീഷിനൊപ്പം സുനിതയ്ക്ക് ജീവിക്കാൻ സുമനസ്സുകളുടെ കൈത്താങ്ങ് ആവശ്യമാണ്. മാള മേലടൂർ സ്വദേശി മേപ്പറമ്പിൽ സതീഷിന് ജീവൻ നിലനിർത്താൻ വൃക്കയും കരളും മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയ നടത്തണം. വൃക്കയും കരളും നൽകാൻ ഭാര്യ സുനിത തയ്യാറായി പരിശോധനകൾ പൂർത്തിയാക്കിയെങ്കിലും ശസ്ത്രക്രിയ ചെയ്യുവാനുള്ള പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. 2 ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സകൾക്കും 50 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തുകയാണ്. ഇനിയും വൈകിയാൽ ഇതുവരെ ചെയ്ത പരിശോധനകൾ വീണ്ടും വേണ്ടിവരുമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇവരെ സഹായിക്കാൻ നാട്ടുകാർ ചേർന്ന് ചികിത്സാ ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോഴാണ് സതീഷ് അനാഥാലയത്തിൽ നിന്ന് സുനിതയെ വിവാഹം കഴിക്കുന്നത്. മേലടൂരിൽ താമസിക്കുമ്പോഴാണ് സതീഷിന് രോഗം ബാധിച്ചത്. ഇവർക്കുള്ള ചികിത്സാ ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മേലടൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, മാള. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ടേബിൾ ടെന്നീസിൽ തൃശൂരിന് ഇരട്ട സ്വർണം. സബ് ജൂനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗങ്ങളിലാണ് തൃശൂർ ജില്ലാ ടീം 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അമേയ, ജോവന്ന, ശ്രീബാല, ബനീറ്റ, ജൂലിയ, ജോസഫ്, മാത്യു, ജോനാഥൻ, രോഹിത്, കെന്നത്ത് എന്നിവരാണ് തൃശൂരിനായി സുവർണ നേട്ടം കരസ്ഥമാക്കിയ ടീം അംഗങ്ങൾ.
സ്കൂൾ ഒളിമ്പിക്സിലെ ഗെയിംസിൽ ആദ്യ ജയം നേടിയത് തൃശൂർ ജില്ലാ ടീമായിരുന്നു. ആൺകുട്ടികളുടെ അണ്ടർ 19 ബാസ്കറ്റ്ബോൾ മത്സരത്തിലായിരുന്നു ജയം. തുടർച്ചയായ 3-ാം തവണയാണ് സംസ്ഥാന കായികമേളയിൽ ടേബിൾ ടെന്നീസിൽ തൃശൂർ 1-ാം സ്ഥാനത്തെത്തുന്നത്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ സംഘമാണ്. സംസ്ഥാന സീനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീമിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. എറണാകുളത്ത് നടന്ന പുരുഷ വിഭാഗം സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഇടുക്കിയെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജേതാക്കളായത്. വിജയ കിരീടം ചൂടി പരശുറാം എക്സ്പ്രസിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ തൃശൂർ ടീമിന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സി സുമേഷ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി കുര്യൻ മാത്യു, മുൻ സന്തോഷ് ട്രോഫി കോച്ച് എം പീതാംബരൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സോളി സേവ്യർ, റഫറീസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സി രഞ്ജിത്ത് തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. തെരുവ് നായയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ചെറുതുരുത്തിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വെട്ടിക്കാട്ടിരി മൂലനിരപ്പേൽ ജെയ്സൺ എന്ന യുവാവിനാണ് തെരുവുനായയുടെ കടിയേറ്റത്. ബൈക്കിൽ വരികയായിരുന്ന യുവാവിന് നേരെ തെരുവുനായ ചാടുകയായിരുന്നു. പരിക്കേറ്റ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുന്നംകുളത്ത് 4 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവാവിനെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി കരിയന്നൂർ സ്വദേശി കോരത്തുവളപ്പിൽ വീട്ടിൽ സുജിത്തിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കാണിപ്പയ്യൂർ ആനായ്ക്കലിൽ വെച്ചാണ് പ്രതി അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ മുഖ്യദൂതനായ വിശുദ്ധ റഫായേൽ മാലാഖയുടെ തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം തുടങ്ങി. തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ സമുച്ചയം വൈദ്യുത ദീപാലങ്കൃതമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. മാലാഖയുടെ ദാസി ദാസൻ സമർപ്പണം, വള സമർപ്പണം എന്നിവ ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും നടക്കും. കുന്നംകുളം കേച്ചേരിയിൽ വൻ കള്ളനോട്ട് വേട്ട. 40,000-ഓളം രൂപയുടെ കള്ളനോട്ട് കുന്നംകുളം പോലീസ് പിടികൂടി. കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ ജാബിറിന്റെ വീട്ടിൽ കിടപ്പുമുറിയിൽ നിന്നാണ് പണം പിടികൂടിയത്. A4 ഷീറ്റിൽ 100-ന്റെയും 200-ന്റെയും 500-ന്റെയും നോട്ടുകൾ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ജാബിറിന്റെ ബന്ധു പെട്രോൾ അടിക്കുന്നതിനായി പമ്പിൽ നൽകിയത് കള്ളനോട്ടാണെന്ന് ജീവനക്കാരി തിരിച്ചറിഞ്ഞതോടെ നോട്ട് പിടിച്ചുവാങ്ങി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ജീവനക്കാരി പോലീസിന് കൈമാറി. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത്. വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന ജാബിർ 6 മാസം മുൻപാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തിയത്. ജാബിറിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിലായി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയായ ഒല്ലൂർ കുട്ടനല്ലൂർ സ്വദേശിയായ പൊന്നമ്പലത്ത് വീട്ടിൽ കുട്ടി അമൽ എന്ന് വിളിക്കുന്ന അമലിനെയാണ് മണ്ണുത്തി പോലീസ് ഇടുക്കിയിൽ നിന്നും പിടികൂടിയത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 11,540 രൂപ, പവന് 92,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയതായി ആക്ഷേപം. കർണംകോട്ട് ബസാർ സ്വദേശി മുസ്തഫയാണ് ജീവനൊടുക്കിയത്. ഭരണഘടനാ ലംഘനങ്ങളെ ചെറുത്തുതോൽപ്പിച്ച പാരമ്പര്യമാണ് രാജ്യത്തിനുള്ളതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഭരണഘടനയ്ക്ക് രാജ്യത്തിന്റെ ജനിതക ഘടനയുണ്ടെന്നും സ്പീക്കർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി വിളക്കാഘോഷം നവംബർ 1 തുടങ്ങും. ഒരു മാസക്കാലം ക്ഷേത്രനഗരി ഉത്സവലഹരിയിലാകും. കോടശ്ശേരി ചെമ്പൻകുന്നിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച യുവാവ് ആത്മഹത്യ ചെയ്തു. വടക്കേക്കര വീട്ടിൽ ലിൻഡോ ജോർജാണ് തൂങ്ങി മരിച്ചത്. അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഭീതി പരത്തി കൊമ്പൻ കബാലി. യാത്രക്കാർ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ച് വാഹനം നിർത്തണമെന്ന് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്.